പരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശാബ സ്കൂൾ പാഠപഠനത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നതായ ആ പാഠം മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 9-ാമത്തെ പാഠമാണ്. യെരുശലേമിലെ വിവാദങ്ങൾ എന്ന തലക്കെട്ടോടുകൂടിയ ഈ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 11ഉം 12ഉം അധ്യായങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പാഠപഠനമാണ്. കർത്താവിൻ്റെ വേലയുടെ ഭാഗമായ അവസാന നാളുകളിലെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ശിഷ്യന്മാരെയും മറ്റുള്ളവരെയും യഥാർത്ഥ ശുശ്രൂഷ എന്താണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ഉപദേശത്തിലൂടെ കാഴ്ചക്കാരെ കേൾവിക്കാരെ പഠിപ്പിക്കുന്ന പാഠഭാഗമാണ് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മറ്റു സുവിശേഷങ്ങളെ, അതായത് മത്തായി ലൂക്കോസിനെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ ഒരു വിവരണമാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പാഠഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പാഠത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അന്തരാത്മാവ് നമുക്കും ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. അതുകൊണ്ട് കർത്താവ് യെരുശലേമിലേക്ക് വരുന്നതായ ആ വഴിയിൽ പല അത്ഭുതങ്ങൾ നടക്കുകയുണ്ടായി. ശിഷ്യന്മാരെ പല കാര്യങ്ങൾ ആ അത്ഭുതങ്ങളിലൂടെ തന്നെ പഠിപ്പിക്കുകയുണ്ടായി. അത് കർത്താവിൻ്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് തൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നത് ശിഷ്യന്മാരുമായിട്ട് പങ്കിടുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഇന്നത്തെ പാഠപഠനം ആ മരണത്തെ കൂടുതൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതും എന്നാൽ അവരെ പഠിപ്പിച്ചിരുന്നതായ മതനേതാക്കന്മാരുടെ പഠന സംവിധാനങ്ങളും ശുശ്രൂഷകളും അങ്ങനെ അല്ല എന്ന് വളരെ വ്യക്തമാക്കുന്നതുമായ പാഠഭാഗമാണ് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനപ്പാഠവാക്യം മർക്കോസിൻ്റെ സുവിശേഷം 11ൻ്റെ 25-ാമത്തെ വാക്യം അതിപ്രകാരം വായിക്കുന്നു: നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടുന്നതിന് നിങ്ങൾക്കാരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ എന്നുള്ളതായ ആ മനപ്പാഠവാക്യം അല്പമായിട്ട് നമുക്ക് ഗ്രഹിക്കാം. ക്ഷമയെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടാണ് പ്രാർത്ഥനയും ക്ഷമയും തമ്മിലുള്ള ബന്ധം. നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമായിരിക്കണം, നമ്മുടെ യാഗങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് വളരെ ആഴമായിട്ട് ഗ്രഹിക്കുവാൻ തന്നിരിക്കുന്ന ഈ ഉപദേശം എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്, എത്ര പേരത് ഉൾക്കൊള്ളുന്നു, എത്ര പേരത് ഏറ്റെടുക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനം തന്നെ വഹിക്കുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രാർത്ഥിക്കുവാൻ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, ദൈവികത നമ്മൾ ദർശിക്കുമ്പോൾ, കർത്താവ് നമ്മളോട് ക്ഷമിച്ചതായ കാലങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് എത്രമാത്രം ക്ഷമയുള്ളവരാവണം, മറ്റുള്ളവരുടെ കുറവുകളെ എത്രമാത്രം ക്ഷമിച്ച് അവരോട് താതാത്മ്യപ്പെട്ട് സ്നേഹത്തോടെ പോകുവാൻ നാം ഒരുക്കപ്പെടണമെന്നുള്ളതായ ഈ മനപ്പാഠവാക്യത്തോടുകൂടി ഇന്നത്തെ പാഠം നമുക്ക് തുടങ്ങാം. ഇന്നത്തെ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് കർത്താവ് മത നേതാക്കന്മാരോടുള്ള സംവാദത്തിലൂടെ അവരുടെ ആ ശുശ്രൂഷയിലെ പോരായ്മകളും ആ യെരുശലേം ദേവാലയം എന്തിനു വേണ്ടി നിലകൊള്ളണം എന്നുള്ളതായ പഠിപ്പിക്കലും എല്ലാം അവിടെ വളരെ വ്യക്തമാണ്. അതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗം അത് എങ്ങനെയായിരിക്കുമെന്ന് ശിഷ്യന്മാർക്ക് കുറേയും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനുള്ള ഒരു പാഠഭാഗമാണ് ഈ യെരുശലേമിലെ വിവാദങ്ങൾ എന്ന പാഠം. നമ്മൾ മനസ്സിലാക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ 14 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേത്ഫാഗയിലും ബഥാന്യയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അതായത് കർത്താവിൻ്റെ രാജകീയമായ ഒരു രാജകീയമായ ആ ഒരു
പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ ഒരു പ്രയാണത്തിന് ഉള്ള യെരുശലേം ദേവാലയത്തിലേക്കുള്ളതായ ആ ഒരു ആഗമനത്തെക്കുറിച്ചുള്ള പഠനമാണ് ആദ്യത്തെ ഭാഗത്ത്. ഇവിടെ പ്രവാചകനായ സഖര്യാവ് എങ്ങനെയാണ് മശിഹ രാജാവായിട്ട് യെരുശലേമിലേക്ക് പോകുന്നതെന്ന് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാഹനം ഏതാണെന്നും വളരെ വ്യക്തമായിട്ട് 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് നാം പഠിക്കുമ്പോൾ സഖര്യാവിൻ്റെ പുസ്തകം 9ഉം 10ഉം ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി, ആ കഴുതക്കുട്ടി മേലാണ് ഇസ്രായേലിൻ്റെ രാജാവ് വളരെ ജയാളിയായിട്ട് യാത്ര ചെയ്യുന്നത് എന്നുള്ള പ്രവചനം ഇവിടെ കർത്താവിൻ്റെ ഈ യെരുശലേം ദേവാലയത്തിലേക്കുള്ള ആ ആഗമനത്തെ മുൻനിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് കോറിയിട്ട് എഴുതിയതാണെന്ന് ജനത്തിന് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കർത്താവ് ചെയ്യുന്ന ഈ ശുശ്രൂഷ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഈ സുവിശേഷങ്ങളിലെല്ലാം ഏറെക്കുറെ ഒരുപോലെ രേഖപ്പെടുത്തിയ ചില വ്യത്യാസങ്ങൾ, അതായത് അവരുടെ വിവരണത്തിലുള്ള ശൈലിയിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയുള്ളൂ. ഇവിടെ നാം മറ്റു സുവിശേഷത്തിൽ കാണുന്നത് ബേത്ഫാഗയിലാണിത് സംഭവിക്കുന്നത്. അവിടെയാണ് ഈ കഴുതക്കുട്ടിയെ ബഥാന്യയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ, ഇതിന് മധ്യഭാഗത്താകുമ്പം ഈ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്, കഴുതക്കുട്ടിയെ കൊണ്ടുവരുവാൻ തക്കവണ്ണം പറയുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതൊരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു രാജകീയമായിട്ടുള്ള ഒരു വരവേൽപ്പിന് വേണ്ടി ഒരു മഹാരാജാവിൻ്റെ എഴുന്നള്ളത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് കർത്താവ് കഴുതക്കുട്ടിമേൽ വിരിച്ചൊരുക്കിയ കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന ആ രാജാവിൻ്റെ വരവിനെ എതിരേൽക്കുവാൻ ജനങ്ങൾ വഴിയിൽ എന്ത് ചെയ്യാണ്? ചില്ലക്കൊമ്പുകൾ വെട്ടി പരവതാനി ഒരുക്കി അതിൽ കൂടെ ഹോസന്ന പാടി ജയമായ വരവേൽപ്പ് നടത്തുന്നതായ ഒരു വലിയ രാജകീയ ഘോഷയാത്ര അവിടെ നമുക്ക് ദർശിക്കുവാൻ തക്കവണ്ണം കഴിയും. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ശലോമോൻ രാജാവിൻ്റെ രാജകീയമായ അവരോധനത്തിങ്കലും കോവർ കഴുതയുടെ പുറത്താണ് വരവേൽപ്പ് നടത്തുന്നതായിട്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 32 മുതൽ 48 വരെയുള്ള ഭാഗം പരിശോധിക്കുമ്പോൾ അദോനിയാവ് സ്വയം രാജാവായിട്ട് ജനത്തെ കൂട്ടി രാജകീയമായ വലിയൊരു വരവേൽപ്പ് അക്കരെ നടത്തുമ്പോൾ ഇക്കരെ കിടപ്പിലായിരിക്കുന്നതായ ദാവീദ് രാജാവ് ഇത് അറിയുകയും, എന്നാൽ ദൈവത്തിൻ്റെ വചനം പോലെ താനെടുത്ത പ്രതിജ്ഞ പോലെ ബത്ശേബയുമായിട്ടുള്ള തൻ്റെ ആ വാഗ്ദത്ത നിവർത്തി പോലെ ശലോമോന് ദൈവത്തിൻ്റെ അരുളപ്പാട്, നിൻ്റെ മകനായ ശലോമോനാണ് നിനക്ക് ശേഷം രാജാവായിരിക്കുന്നത്, അവനാണ് എനിക്ക് ദേവാലയം പണിയുന്നത് എന്നുള്ളതായ വാഗ്ദത്ത നിവർത്തി ഓർത്ത രാജാവ് ശലോമോനെ വരുത്തി പുരോഹിതനാൽ അഭിഷേകം കഴിച്ച് ഈ രാജാവായിട്ട് കോവർ കഴുതയുടെ പുറത്താണ് രാജധാനിയിലേക്ക് എഴുന്നള്ളുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇസ്രായേൽ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നത് നേരത്തെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥമായിട്ടുള്ള ദാവീദിൻ്റെ സിംഹാസനം കരസ്ഥമാക്കുന്ന ഭൗമിക രാജാവ് അത് കരസ്ഥമാക്കിയെങ്കിൽ പ്രവചനത്തിൽ പറയുന്നതായ ദാവീദിൻ്റെ സന്തതിയായി യഹൂദ ഗോത്രത്തിൽ പിറന്നവനും ഈശായിയുടെ കുറ്റിയുമായ ദാവീദിൻ്റെ സന്തതി എന്ന് പേരോടുകൂടിയ യേശു ക്രിസ്തു യെരുശലേം ദേവാലയത്തിലേക്ക് എൻ്റർ ചെയ്യുവാൻ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ വാഹന മൃഗമാക്കി യാത്ര ചെയ്യുന്ന ആ ഒരു ശുശ്രൂഷ പ്രവചന നിവൃത്തിയാണെന്ന് നാം ഓർക്കണം. ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതായ വളരെ വലിയതായ ഒരു കാര്യം, കർത്താവ് ആ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ അതൊരു പ്രവചന നിവൃത്തിയാണ്. തൻ്റെ ശുശ്രൂഷകളെല്ലാം ലോകത്തിൻ്റെ പാപഭാരം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണമാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ്. തൻ്റെ അവസാന ശുശ്രൂഷയിലേക്ക് പോകുന്നതിന് മുൻപ് താൻ ഈ ഭൗമികമായിട്ട് ഉള്ള ഒരു രാജാവിൻ്റെ പദവി ഏറ്റെടുക്കുകയാണ്. എന്നാൽ യഹൂദ നേതാക്കന്മാർക്കോ പുരോഹിതന്മാർക്കോ ശാസ്ത്രിമാർക്കോ അവരുടെ കാഴ്ചപ്പാടിൽ
യേശു ഒരു രാജാവായിട്ട് വരുന്നത് അവർക്ക് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. ശിഷ്യന്മാരുടെ കാഴ്ചപ്പാട് റോമാഭരണത്തിൻ്റെ കീഴിൽ നിന്ന് തങ്ങളെ വിടുവിക്കുന്നതായ ഒരു മശിഹ, അത് യേശുക്രിസ്തുവാണെന്ന് അവർക്കും വിശ്വസിക്കുവാൻ കഴിയാതെ ഇരുന്നു. ഭൂതങ്ങൾ പോലും വിളിച്ചു പറഞ്ഞു ഇവൻ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. അതൊന്നും ഈ നേതാക്കന്മാർക്ക് ചെവിക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം നാം പഠിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ പാഠങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് എത്രമാത്രം സ്ഥാനം കൊടുക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കിയിട്ടുണ്ടെന്നൊന്ന് ശോധന കഴിക്കേണ്ടതായിട്ടുണ്ട്. ആ കർത്താവിനെ നമ്മുടെ രാജാവും നമ്മുടെ സർവസ്വവുമായിട്ട് ഏറ്റെടുക്കുവാനാണ് ഈ പാഠത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും കർത്താവിൻ്റെ യാത്രയാണ്. വീണ്ടും യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പിറ്റേനാൾ, ഈ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേനാൾ 12 മുതൽ 14 വരെയുള്ള ഭാഗത്ത് ബഥാന്യ വിട്ടു പോകുമ്പോൾ കർത്താവിന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടിട്ട് അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. എന്നാൽ അവൻ അതിനോട്, ഇനി നിങ്കൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് ശിഷ്യന്മാർ കേട്ടു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ കർത്താവിൻ്റെ വചനം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യമുണ്ടായത് എന്ന് ചിന്തിക്കണം. ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ ജാതികളുടെ ആ ഒരു സ്ഥലമുണ്ട് യെരുശലേമിൽ, അവർക്ക് നിൽക്കുവാൻ തക്കവണ്ണം. അവിടെ കർത്താവ് ഈ ഒരു കാര്യം അതിന് മുമ്പ് ചെല്ലുമ്പം ബഥാന്യ വിട്ടു പോകുമ്പോഴാണ്, ഈ യെരുശലേമിലേക്കുള്ള യാത്രയിൽ ബഥാന്യ വിട്ടു പോകുമ്പോഴാണ് ആദ്യത്തെ ഭാഗത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ടാകുന്നത്. എന്താണ് അതിൻ്റെ ഇങ്ങനെയുള്ള ഒരു അപരിചിതമായ ഒരു കാര്യം കർത്താവ് അങ്ങനെ പറയുവാൻ തക്കവണ്ണം ഉള്ള കാര്യമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അത്തിവൃക്ഷത്തിനും മാവുകൾക്കും പ്ലാവുകൾക്കും നമ്മുടെ നാട്ടിലുള്ള ഫലവൃക്ഷങ്ങൾക്കൊക്കെ ഫലം കായ്ക്കുവാൻ ഒരു കാലമുണ്ട്. ആ കാലത്താണ് അത് ഫലം കായ്ക്കുന്നത്. എന്നാൽ അത്തിവൃക്ഷത്തെ നമ്മൾ ശരിയായിട്ട് പഠിക്കുമ്പോൾ അതിന് എപ്പോഴും അങ്ങ് ഇല മൂടിക്കിടക്കുന്ന ഒരു വൃക്ഷമാണ്. അതിൻ്റെ ഇലയങ്ങ് മൂടി കിടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ യഥാർത്ഥ അത്തി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കാട്ടത്തിയാണ്. അതിൻ്റെ തണ്ട് മൊത്തവും കാ പിടിച്ച് കിടക്കുന്ന, ചെവിട്ടിൽ പ്രത്യേകിച്ച് കാ പിടിച്ച് കിടക്കുന്നതായ ഇല തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു വൃക്ഷമായിട്ടാണ് നമുക്ക് അത്തിയെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ അത്തി അതിൻ്റെ തണ്ടുകളിലൊക്കെ കായുണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ അത്തിക്കൊരു കാലമുണ്ടെന്ന് സുവിശേഷത്തിൽ പറയുകയാണ്. അത്തി ഇളവായി തളിരിട്ട് വരുമ്പോഴാണ് പിന്നെ അത് മൊട്ടിട്ട് കായായിട്ട് വരുന്നതെന്നും വേദപുസ്തകം വ്യക്തമാക്കുമ്പോൾ, ഈ അത്തിയുടെ കാലത്തല്ലാഞ്ഞിട്ടും ഇതിൽ ഫലം തിരയുന്നതായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കർത്താവും ഫലം തിരിയുവാണ്. അതിലൊന്നും ആത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാഞ്ഞിട്ടും അതിൽ ഫലം തിരിഞ്ഞ് കാണാഞ്ഞപ്പം അതിനെ നോക്കിയിട്ട് ഇനി ഒരിക്കലും നിന്നിൽ ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയാനുള്ള അങ്ങനെ ഒരു അപരിചിതമായ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു തരത്തിലുള്ള ഒരു പറച്ചിൽ എന്തുകൊണ്ടുണ്ടായി എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇവിടെ അത്തിയെ നോക്കി നമ്മെയാണ് ഇവിടെ നാമാകുന്ന വൃക്ഷം, നമ്മളെ വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ആ ഓരോ വൃക്ഷങ്ങളും ദൈവം നട്ടിരിക്കുമ്പം ഫലത്തിനായിട്ട് നിന്നിൽ നിന്ന് ഫലം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് എല്ലാ സൃഷ്ടികളെയും ദൈവം തൻ്റെ ഉദ്ദേശത്തിനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ വൃക്ഷമായാലും ഏതൊരു സൃഷ്ടിയായാലും അതിന് ഫലം തിരയുന്ന ഒരു യജമാനനുണ്ട്. ആ ഫലം തിരിയുവാൻ തക്കവണ്ണം അധികാരമുള്ള ഒരു യജമാനനുണ്ട്. ആ ഏത് കാലത്തും അതിൽ ഫലം കാണണമെന്ന യജമാനന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മളോട് തന്നെ നമ്മൾ നോക്കണം. അതിനുവേണ്ട വെള്ളം, വളം, സംരക്ഷണം എല്ലാം ഒരുക്കുമ്പോൾ വിശപ്പടക്കുവാൻ കടന്നു പോകുന്നതായ വ്യക്തിക്ക്, ഒരു സമാധാനത്തിനായി കടന്നു വരുന്ന ഒരു വ്യക്തിക്ക്, സന്തോഷത്തിനായി നമ്മുടെ അടുത്ത് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ ആ ഒരു സമീപനത്തിലൂടെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ ഒരു ഫലം കിട്ടിയില്ല എങ്കിൽ പിന്നെ നമ്മുടെ ഉപയോഗം എന്താണ് പ്രിയപ്പെട്ടവരെ? ഒരു ക്രിസ്ത്യാനി എന്ന പറഞ്ഞ് നാം ഇരിക്കുമ്പോൾ ക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുന്ന ഒരു മനസ്സ് നമുക്കില്ല എങ്കിൽ നമ്മളെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്? നമ്മൾ ചിന്തിക്കുക, ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുക. അങ്ങനെയല്ല എങ്കിൽ നാം അതിന് യോഗ്യരല്ല എന്നാണ് കർത്താവ് ആ വൃക്ഷത്തിൻ്റെ ആ ഒരു അപരിചിതമായ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് തരുന്നതായ ഒരു ഉപദേശമെന്ന് പറയുന്നത്. യെരുശലേമിൽ കടന്നതായ കർത്താവ് ദേവാലയത്തിൽ കടന്നപ്പോൾ തന്നെ
ഒരു അധികാരത്തോടു കൂടി ഒരു ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 11:15 മുതൽ അതിൻ്റെ 18 വരെയുള്ള ഭാഗത്ത് വളരെ ആധികാരികമായ ഒരു ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തമായ ശുശ്രൂഷ എങ്ങനെയായിരിക്കണമെന്ന് തൻ്റെ ജനത്തിനും മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമാണ് മർക്കോസിൻ്റെ സുവിശേഷം 11:15 മുതൽ 18 വരെയും. മറ്റു സുവിശേഷങ്ങളിലെല്ലാം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എന്താ നടന്നത്? അവിടെ കർത്താവ് അതുവരെ എത്രയോ പ്രാവശ്യം കർത്താവ് യെരൂശലേം ദൈവാലയത്തിൽ പോയിട്ടുണ്ട്, പല ശുശ്രൂഷകളും കണ്ടിട്ടുണ്ട്, പലപ്പോഴും കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, സിനഗോഗുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും ചെയ്യാത്തൊരു ശുശ്രൂഷ എന്തുകൊണ്ട് ഇപ്പോൾ ചെയ്തു എന്ന് നമുക്ക് ചോദിക്കാം. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിൽ ജനത്തിന് ഇനി ഒരു അവസരമില്ലാതെ വണ്ണം ഇരിക്ക കൊണ്ടും ആ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗമാണ് വളരെ അധികാരത്തോടുകൂടി കർത്താതി കർത്താവും രാജാതി രാജാവും മനുഷ്യവേഷമെടുത്ത് മനുഷ്യന് പകരമായി വന്നവനുമായി താണിറങ്ങി വന്നതായ കർത്താവ് ആ ശുശ്രൂഷ ചെയ്യുന്ന ഒരനുഭവം നമുക്ക് വളരെ വ്യക്തമാക്കി തരുമ്പോൾ താൻ സ്നേഹിക്കുക മാത്രമല്ല താൻ തീഷ്ണതയുള്ള ദൈവവുമാണെന്ന് തൻ്റെ ആ ശുശ്രൂഷയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അവിടെ എന്താ നമ്മൾ കാണുന്നത് നോക്കിക്കേ. വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കുവാൻ അധികാരിയായിരുന്നു കർത്താവ്. അവിടെ യെരൂശലേം ദൈവാലയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദിവസം പ്രതിയുള്ള യാഗമുണ്ട്, വർഷാന്തര യാഗങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ പെസഹായുടെ ശുശ്രൂഷ നടക്കാൻ പോകുകയാണ്. അവിടെ വർഷത്തിലൊരിക്കലുള്ള ഈ ഒരു ശുശ്രൂഷയ്ക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള യഹൂദന്മാർ പങ്കെടുക്കുന്നതായ ഒരു ശുശ്രൂഷയാണ്. ഇവിടെ വലിയ ഒരു കച്ചവട കേന്ദ്രമാക്കി തീർത്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നതായ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. സുവിശേഷ ഘോഷണം നടക്കുന്നതായ പ്രസിദ്ധിയാർജിച്ച സ്ഥലങ്ങളൊക്കെ ഇന്ന് തീർത്ഥാടനങ്ങളെന്ന് പറഞ്ഞ് അനേക പള്ളികളൊക്കെ ഇന്ന് കച്ചവട കേന്ദ്രങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ മതത്തിൻ്റെ മറവിൽ ദൈവത്തിൻ്റെ പേരിൽ വളരെ വിചിത്രമായ കച്ചവട കേന്ദ്രങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ യെരൂശലേം ദേവാലയം അന്ന് കർത്താവിൻ്റെ കാലത്ത് എപ്രകാരമായിരുന്നു എന്ന് വളരെ വ്യക്തമാക്കുകയാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. അവിടെ വിൽക്കുന്നവരുമുണ്ട്, വാങ്ങുന്നവരുമുണ്ട്. അതായത് യാഗമൃഗങ്ങളെ വെളിയിൽ നിന്നൊന്നും കൊണ്ടുവരാൻ പാടില്ല. അവിടെ തന്നെ ഉള്ളതായ പൊൻവാണിഭക്കാരുണ്ട്, ഈ മഹാപുരോഹിതന്മാരുടെ ആളുകളുണ്ട്. അവരുടെ കച്ചവട കേന്ദ്രങ്ങൾ ഇങ്ങനെ വളരെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ കർത്താവ് എന്താ ചെയ്തത്? പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ച് കളഞ്ഞു. എന്നിട്ട് ആരും ദൈവാലയത്തിൽ കൂടി ഒരു വസ്തു കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. പിന്നെ എന്താ ഉപദേശിച്ചത് ഇതാണ്: നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇത് അനേകർക്ക് വന്ന് പ്രാർത്ഥിക്കുവാൻ, സമാധാനം കണ്ടെത്തുവാൻ, ശാന്തി കണ്ടെത്തുവാൻ, ദൈവത്തോട് യാചിക്കുവാൻ, തങ്ങളുടെ ഹൃദയങ്ങളെ പകരുവാനുള്ള ഒരു പ്രാർത്ഥനാലയമാണ്. സകല ജാതികൾക്കുമുള്ളൊരു പ്രാർത്ഥനാലയമാണ്. ഇത് യഹൂദന്മാർക്ക് മാത്രമുള്ളതല്ല, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് യെശയ്യാവ് പറഞ്ഞത് ഇവിടെ എടുത്തു പറയുകയാണ് കർത്താവ്. അത് കേട്ടപ്പോഴാണ് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കർത്താവിനെ അങ്ങ് മുച്ചോട് നശിപ്പിക്കുവാനുള്ള അതിഭയങ്കര കോപത്തോടുകൂടി എങ്ങനെയും കർത്താവിനെ നശിപ്പിക്കുവാൻ അവർ വളരെ കിണഞ്ഞു പരിശ്രമിക്കുന്നതായ അവരുടെ ഭാവങ്ങൾ വെളിപ്പെട്ടു തുടങ്ങി. എന്നാൽ എല്ലാ പുരുഷാരവും കർത്താവിനെ അനുഗമിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് പുരുഷാരത്തെ ഭയപ്പെടാതിരിക്കുവാനും കഴിയാത്തൊരവസ്ഥയായി തീർന്നു എന്ന് മനസ്സിലായി. അപ്പം കർത്താവിനെ അനുഗമിക്കുന്ന വലിയൊരു പുരുഷാരമുണ്ട്, കർത്താവിനെ നിന്ദിക്കുന്ന ചെറിയൊരു കൂട്ടവുമുണ്ട്, അംഗീകരിക്കാത്ത ഒരു കൂട്ടമുണ്ട്. ഇന്നും അതുതന്നെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആലയങ്ങൾ അനേകർക്ക് പ്രാർത്ഥിപ്പാൻ കടന്നു വരാനും അനേകർ വന്നാൽ അവർക്ക് ആശ്വാസം പ്രാപിച്ച് കടന്നു പോകുവാനുമുള്ള ഒരിടമാണ്. അല്ലാതെ അവിടെ വിൽപ്പനയും വാങ്ങലും ഒന്നും പാടില്ല എന്നുള്ള പാഠമാണ് യെരൂശലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്നതായ വലിയ പാഠമെന്ന് പറയുന്നത്. വീണ്ടും കർത്താവ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവിനെ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യുകയാണ്. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള ഭാഗത്ത് കർത്താവിനെ ചോദ്യം ചെയ്യുന്നതായ ശാസ്ത്രിമാരും പരീശന്മാരും.
കർത്താവിനെ ചോദ്യം ചെയ്യുകയാണ്. അവിടെ 27 മുതൽ നമ്മൾ നോക്കുമ്പം കർത്താവ് യെരൂശലേം ദൈവാലയത്തിൽ ചുറ്റി ഇങ്ങനെ നടന്ന് നോക്കുമ്പം മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും അവൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോടൊരു ചോദ്യം ചെയ്യും. നിനക്ക് എന്ത് അധികാരമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തക്കവണ്ണം? ഇതൊക്കെ ചെയ്യാൻ ആരാണ് നിനക്ക് അധികാരം തന്നതെന്ന് കർത്താവിനെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുന്നതായ ഈ അധികാരികൾക്ക് കർത്താവ് അവരോട് ഇടപെടുന്ന രീതി നമുക്കൊരു പാഠമാണ്. കർത്താവിനോട് അങ്ങനെയുള്ള അധികാരം എവിടെ നിന്നെന്ന് ചോദിച്ചപ്പോൾ അവരെ മറുചോദ്യം ചോദിച്ച് കീഴ്പ്പെടുത്തുന്ന കർത്താവിൻ്റെ ആ മറുപടി പറയുന്നതായ ഒരനുഭവം. എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാവർക്കും ഉത്തരം കൊടുക്കുവാനും എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുവാനും നാം നിൽക്കരുത് എന്നുള്ള വലിയൊരു പാഠമാണ് അവിടെ കർത്താവ് ശാസ്ത്രിമാരോടും പരീശന്മാരോടും ഇടപെട്ട രീതിയിലൂടെ നമുക്ക് തരുന്നതായ ഒരു വലിയ പാഠമെന്ന് പറയുന്നത്. നാം പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്നവർ നമുക്കുണ്ട്. പണ്ഡിതന്മാരുണ്ട്, വേദപണ്ഡിതന്മാരുമുണ്ട്, അല്ലാത്ത പണ്ഡിതന്മാരുണ്ട്. അവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവർക്ക് നമ്മളോടുള്ള മനോഭാവം എന്താണെന്ന് നാം അറിയാതിരിക്കെ നമ്മളോടുള്ള ചോദ്യത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് തോന്നുമ്പോൾ കർത്താവിൻ്റെ മാതൃക നമുക്ക് പിൻപറ്റുവാൻ തക്കവണ്ണം കഴിയും. ചോദ്യത്തെ ചോദ്യം കൊണ്ടടയ്ക്കുന്ന കർത്താവിൻ്റെ മാതൃക. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തെ മറുചോദ്യം ചോദിച്ച് അടയ്ക്കുന്ന കർത്താവിൻ്റെ മാതൃകയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ചോദിച്ചൊരു ചോദ്യം ഇപ്രകാരമാണ്: യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഇതാണ് കർത്താവ് ചോദിച്ചത്. യോഹന്നാൻ്റെ സ്നാനം, കാരണം യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനം കഴിപ്പിച്ചിരുന്നതായ ഒരു സ്നാപകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് യഹൂദന്മാരുടെ ഇടയിൽ. ആ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെ എന്നാണ്. യോഹന്നാൻ പ്രവാചകനായിരുന്നു, സ്നാപകനായിരുന്നു. എന്നാൽ യോഹന്നാനെ ആര് സ്നാനപ്പെടുത്തിയെന്ന് വേദപുസ്തകം എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ആരാണ് യോഹന്നാൻ സ്നാപകന് സ്നാനം നൽകിയതെന്ന്. അതുകൊണ്ട് കർത്താവ് ഇവരോട് ചോദിച്ചു, യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ എവിടെ നിന്ന് എന്ന് ചോദിക്കുകയാണ്. അപ്പം സ്വർഗത്തിൽ നിന്നാണെന്ന് അവർ പറഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് യോഹന്നാനെ നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് ചോദിക്കും. യോഹന്നാനെ കൊല്ലിച്ചല്ലോ, ഹെരോദാവ് കൊന്നുകളഞ്ഞല്ലോ. അപ്പോൾ യോഹന്നാൻ്റെ സ്നാനം ഭൂമിയിൽ നിന്നാന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെ അവർ ഭയപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്നെന്ന ചോദ്യത്തോടുകൂടി കർത്താവിൻ്റെ അധികാരം എവിടെ നിന്ന് എന്ന് അവർ പറയേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇവരെന്ത് ചെയ്തില്ല? ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവർ യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. സ്വർഗത്തിലെ സ്നാനം എന്ന് പറഞ്ഞാൽ തീയാലുള്ള സ്നാനമാണ്, പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമാണ്. പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ പാപത്തെ അതിൻ്റെ പേരോടുകൂടി ആരുടെ മുമ്പിലും വിളിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഹെരോദാവിൻ്റെ മുമ്പിലെന്നല്ല, ആരുടെ മുമ്പിലും നീ ചെയ്യുന്നത് തെറ്റാണെന്ന് ഏലിയാവിൻ്റെ ആത്മാവിനെ പോലെ സംസാരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ സ്നാനമേറ്റ വ്യക്തിയായിരുന്നു യോഹന്നാൻ. അതുകൊണ്ട് അവർക്ക് അതിന് ഉത്തരം പറയാൻ പറ്റിയില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പറയാത്തിടത്തോളം കാലം എനിക്കും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതായ കർത്താവിൻ്റെ മറുപടി നമുക്ക് പ്രസക്തമാണ്. അവിടെ വീണ്ടും നമ്മൾ നോക്കുമ്പം കർത്താവിൻ്റെ ആ ശുശ്രൂഷ എന്ന് പറയുന്നത് അവരെ വീണ്ടും അവരാരാണെന്ന് വെളിപ്പെടുത്തുന്നതായ ഒരു ശുശ്രൂഷ എന്ന് മനസ്സിലാക്കുവാൻ 12-ാം അധ്യായം 1 മുതൽ ഉള്ള ഭാഗത്ത് ഒരു ഉപമ പറയുകയാണ്. കുടിയാന്മാരുടെയും യജമാനൻ്റെയും, പരദേശത്ത് പോയ യജമാനൻ്റെയും കുടിയാന്മാരുടെയും ഉപമയിലൂടെ ഈ ജനത്തിൻ്റെ മനോഭാവത്തെ എടുത്തു കാണിക്കുവാൻ കർത്താവിന് കഴിഞ്ഞു. അവിടെ നമ്മൾ നോക്കുമ്പോൾ അവൻ പിന്നെ ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത്: ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ചുറ്റും വേലി കെട്ടി ചക്ക് കുഴിച്ച് നാട്ടി ഗോപുരം പണിതു കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. കാലമായപ്പോൾ കുടിയാന്മാരോട് ഫലം വാങ്ങുവാൻ അനുഭവം വാങ്ങേണ്ടുന്നതിന് ദാസന്മാരെ അയച്ചു. കുടിയാന്മാർ ഓരോ ദാസന്മാരെയും അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു. അവസാനം യജമാനന്, ഈ പരദേശത്ത് പോയതായ ആ യജമാനന് ഒരേ ഒരു മകനുണ്ടായിരുന്നു. ആ മകനെ തന്നെ അയച്ചു. എന്നാൽ ആ മകനെയും അവർ ബോധിച്ചതുപോലെ ചെയ്തു നശിപ്പിച്ച് എടുത്തു കളഞ്ഞു. അപ്പോഴീ യജമാനന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഉപമ അവർക്ക് മനസ്സിലായി.
അവരെക്കുറിച്ചുള്ള ഉപമയാണെന്ന് അവർക്ക് മനസ്സിലായി എന്നാണ് മാർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴവരെന്താ ചെയ്തത്? അവരെന്ത് ചെയ്തു? തോട്ടത്തിൻ്റെ ഉടയവൻ എന്തോ ചെയ്യും? ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് ആ തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ തിരുവെഴുത്തിനെക്കുറിച്ചും ഈ ഉപമയെക്കുറിച്ചും മനസ്സിലാക്കിയപ്പം ഇത് തങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചപ്പോൾ കർത്താവിനെ പിടിക്കുവാൻ അന്വേഷിക്കുകയാണ്. പക്ഷെ പുരുഷാരത്തെ ഭയപ്പെട്ടതുകൊണ്ട് അപ്പോഴും അവർ ആ ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നോക്കണം, വളരെ വ്യക്തമായിട്ടാണ് കർത്താവ് ഈ 12-ാം അധ്യായത്തിൽ ഈ യഹൂദന്മാരുടെ മാനസികാവസ്ഥ, യഥാർത്ഥമായിട്ട് ദൈവത്തോടുള്ള അവരുടെ മാനസികാവസ്ഥ, ദൈവവ്യവസ്ഥയോടുള്ളവരുടെ മാനസികാവസ്ഥ, ദൈവസ്നേഹത്തോടുള്ള അവരുടെ തിരസ്കരണം, ദൈവത്തിൻ്റെ വചനത്തെ പിറകിക്കളയുന്ന അവരുടെ അനുഭവങ്ങളെല്ലാം വളരെ വ്യക്തമാക്കുകയാണ് ഈ കുടിയാന്മാരുടെ ഉപമയിലൂടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ഉപമ പഠിക്കുമ്പം നമ്മെ തന്നെ ഈ കുടിയാന്മാരുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് യജമാനന് കണക്ക് കൊടുക്കുവാൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ നാം എങ്ങനെയുള്ള കുടിയാന്മാരായിരിക്കും? പുറത്ത് നിഗ്രഹിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? വിശ്വസ്തയോടെ ഞാൻ നിന്നെ ഏൽപ്പിച്ചത് ഇരട്ടിയായിട്ട് തന്ന ആ ഒരു അനുഭവത്തിൽ വിശ്വസ്തനായ ഒരു കുടിയാനായിട്ടാണോ നമ്മെ കാണപ്പെടേണ്ടത് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത് യഹൂദന്മാരെക്കുറിച്ച് പറഞ്ഞതാണെന്ന് അവർ ഗ്രഹിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. പകരം എന്ത് ചെയ്തു? ഇത് പറഞ്ഞ ആളിനെ നിഗ്രഹിച്ചില്ലാതെയാക്കുവാൻ കർത്താവ് അന്ന് ജീവനോടെയുണ്ട്. കർത്താവ് മരിക്കുവാൻ തക്കവണ്ണം, മനുഷ്യർക്ക് വേണ്ടി മരിക്കുവാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഉപമ പറയുന്നത്. ഇന്ന് കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു നമുക്ക് വേണ്ടി സ്വർഗത്തിലാണ് വരാൻ പോവുകയാണ്. അവിടുന്ന് രാജാവായിട്ട് ഭൂമിയെ ന്യായം വിധിക്കുവാൻ വരികയാണ്. ഈ ന്യായവിധിയിൽ നാം എവിടെ ആയിരിക്കുമെന്ന് ചിന്തിക്കുവാനാണ് ഈ ഉപമ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിലെ സ്ഥാനം, കർത്താവിൻ്റെ വ്യവസ്ഥയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ സ്ഥാനം, കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ എങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്, കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്, ഇതിനെല്ലാം ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു പുനർചിന്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈ ഉപമ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വീണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേന് കർത്താവ് നമ്മളെ ഈ ഭൂമിയിലെ അവസാനത്തെ ഉദ്ദേശം, അവിടുത്തെ കർത്തവ്യങ്ങൾ, സ്വർഗത്തിലെ ഒരു പോകുന്നതിനെക്കുറിച്ചുള്ളതായ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുമാണ് വീണ്ടും നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 13 മുതൽ 27-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. 13 മുതൽ ഉള്ള ഭാഗങ്ങളെ പഠിക്കുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ പറയുകയാണ്. മർക്കോസ് 12-13 മുതൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹെരോദ്യരിലും ചിലരെ അവൻ്റെ അടുക്കൽ അയച്ചു. നോക്കിക്കേ, കർത്താവ് പറഞ്ഞ ഉപദേശങ്ങളൊക്കെ അവരെക്കുറിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനി എങ്ങനെയെങ്കിലും കർത്താവിനെ കുറച്ച് ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. നമുക്കറിയാം 2-3 അധ്യായങ്ങൾ പഠിക്കുമ്പം കർത്താവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചും കർത്താവിൻ്റെ പഠിപ്പിക്കലിനെക്കുറിച്ചും കാഴ്ചപ്പാടിനെക്കുറിച്ചൊക്കെ അവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ഇങ്ങനെയാണോ ഉപവാസം എടുക്കുന്നത്? ഇങ്ങനെയാണോ നിൻ്റെ ശിഷ്യന്മാർ? നീ എന്താ ഇങ്ങനെ പരീശന്മാരുടെയും ചുങ്കക്കാരുടെയും കൂടെ ഇരിക്കുന്നത്? ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങൾ കൊണ്ട് കർത്താവിനെ താഴ്ത്തിക്കെട്ടാൻ അവർ വളരെയേറെ ശ്രമിച്ചിരുന്നു, പല ഇഷ്യൂ ഉണ്ടാക്കി. എന്നാൽ കർത്താവ് അവിടെയെല്ലാം തക്കതായി അവരുടെ കാഴ്ചപ്പാടുകളെ മാറ്റുന്നത് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യെരുശലേം ദൈവാലയത്തിൽ വെച്ച് വാക്കിൽ കൊടുക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന ആ ശാസ്ത്രിമാരോടും ഹെരോദ്യരോടും കർത്താവിൻ്റെ ഇടപെടൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോഴേ കർത്താവ് 13 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വാക്കിൽ കൊടുക്കാനാണ് അവർ ശ്രമിച്ചതെന്ന് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു മനുഷ്യനെ അവർ വന്നിട്ട് ചോദിക്കുകയാണ്, ഗുരു, നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് സത്യവാനാണ്, ആരെയും ഗണ്യമാക്കാത്തവനാണെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പം കർത്താവിനെ ഒന്ന് പൊക്കി. നമ്മളെ ഇതുപോലെയാണ് സാത്താൻ കയറിയ ആളുകൾ നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. അവർ വരുമ്പോൾ നമ്മളെ മുഖസ്തുതി കൊണ്ട് എന്ത് ചെയ്യും? ആദ്യമേ
കീഴടക്കുവാൻ ശ്രമിക്കും. നമ്മളുടെ നല്ല കാര്യം നമ്മൾ വിചാരിക്കും നമ്മുടെ നല്ല കാര്യമാണ് പറഞ്ഞു വരുന്നത്. നല്ല ഇതൊക്കെ കർത്താവ് നമുക്ക് തരുന്ന മാതൃകകളാണ്. കർത്താവ് വാക്കിൽ കൊടുക്കുവാൻ വരുന്ന വ്യക്തിയുടെ മുഖഭാവങ്ങൾ, ഹൃദയഭാഗങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വളരെ വ്യക്തമാണ്. നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനുമാണ് എന്ന് കർത്താവിനോട് പറഞ്ഞിട്ട് അവർ പറയുകയാണ്, കൈസർക്ക് കരം കൊടുക്കണോ വേണ്ടേ? സത്യവാനാണ്, ആരെയും ഗണ്യമാക്കാത്തവനുമാണ്. കൈസർക്ക് കരം കൊടുക്കണോ? കരം കൊടുക്കണോ? നമ്മൾ കരം കൊടുക്കണോ? ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പലതരം ചിന്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കരം കൊടുക്കരുതെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, നമ്മൾ ദേശീയഗാനം പാടരുതെന്ന് പറയുന്നവരുണ്ട്, നമ്മൾ ഈ രാജ്യത്തിൻ്റെ എല്ലാം ഒന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ നമുക്ക് തരുന്ന പാഠം എന്താണ്, കർത്താവിൻ്റെ ഉപദേശം എന്താണ് എന്ന് വളരെ വ്യക്തമാക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു ഭാഗമാണ് 12-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള ഭാഗങ്ങൾ. അവരുടെ കപടം അറിഞ്ഞിട്ട് കർത്താവ്, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്താ? ഒരു വെള്ളിക്കാശ് ഇങ്ങ് കൊണ്ടുപോവാ, എന്നെ പരീക്ഷിക്കല്ലേ നിങ്ങൾ? ഒരു വെള്ളിക്കാശ് കൊണ്ടുപോകുക, അതിനകത്തെ മേലെഴുത്ത് ആരുടേതാണ്? സ്വരൂപമാരുടേതാണ്. അപ്പം ഒരു കാശെടുത്താൽ അതിൻ്റെ ഒരു ഭാഗത്ത് മേലെഴുത്തുണ്ട്, മറുഭാഗത്ത് അതിൻ്റെ ആ രാജ്യത്തെ അതിൻ്റെ മുദ്രയുണ്ട്. മുദ്രയെന്ന് പറയുന്നത് അവിടുത്തെ കൈസറുടെ തലയുണ്ട്. അപ്പോഴേ ഇതിൻ്റെ മേലെഴുത്തും തലയും ആരുടേതാണെന്ന് ചോദിക്കുമ്പം കൈസരുടേതാണ് എന്നവർ ഉത്തരം പറയുകയാണ്. അപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? നമ്മൾ ഈ രാജ്യത്തായിരിക്കുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്കും നിയമങ്ങൾക്കും വിധേയരാണെന്ന് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു രാജ്യത്തായിരിക്കുമ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ളതൊന്നും നമുക്ക് വേണ്ട എന്നുള്ളതല്ല. നമ്മൾ ഈ ഭൂമിയിൽ കൃത്യമായ രീതിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ എല്ലാം വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അപ്പോഴേ നാം മനസ്സിലാക്കണം, കർത്താവിനേക്കാൾ ഉപരി ആരെയും സ്നേഹിക്കരുത്, എന്നാൽ രാജ്യത്തെ നിയമങ്ങൾക്ക് നമ്മൾ വിധേയരാണ് എന്ന് കർത്താവോട് പറയാം. മേലെഴുത്തും സ്വരൂപവും ആരുടേതാണ്? കൈസരുടേതാണ്. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. അപ്പം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം, കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കണം. അതാണ് ഇവിടെ പഠിപ്പിച്ചത്. അവർ ആശ്ചര്യപ്പെട്ടു പോയി. അവർ വിചാരിച്ച എന്താണ്? കൈസർക്ക് കരം കൊടുക്കണ്ട എന്ന് പഠിപ്പിക്കാൻ പോവുകയാണെന്ന്. പലപ്പോഴും നമ്മുടെയൊക്കെ തെറ്റായ ധാരണകൾ അത് മനസ്സിലാക്കുവാനും നമ്മുടെ തെറ്റായ ധാരണകളെ തിരുത്തുന്ന ദൈവത്തിൻ്റെ വചനങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളൊരു രാജ്യത്തിൽ നാം ഈ രാജ്യത്തിലായിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ നമ്മൾ ബഹുമാനിക്കണം, അതുപോലെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് നമ്മൾ വിധേയരാകണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വാക്കിൽ കൊടുക്കുവാനുള്ള രണ്ടാമത്തെ ഭാഗം കർത്താവിനോട് ചോദിക്കുന്നത്, അത് സദൂക്യരാണ് വന്ന് ചോദിക്കുന്നത്. കാരണം സദൂക്യർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വിവാഹത്തെക്കുറിച്ചുള്ളതായ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടാണ്. അപ്പം പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പരീശന്മാർ പുനരുത്ഥാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, എന്നാൽ സദൂക്യർ പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുമാണ്. അപ്പം പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ വന്ന് ചോദ്യം ചോദിക്കുകയാണ്, കർത്താവിനോട് ചോദിക്കുകയാണ്. ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി, മക്കളില്ലാതെ മരിച്ച്, എന്നാൽ അദ്ദേഹത്തിന് 7 സഹോദരന്മാർ താഴെ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് തേവര കല്യാണം എന്നൊരു കാര്യമുണ്ട്. തേവര കല്യാണം എന്ന് പറഞ്ഞാൽ സഹോദരൻ്റെ ഭാര്യ, ജ്യേഷ്ഠ സഹോദരൻ്റെ ഭാര്യ വിധവയായി മക്കളില്ലാതെ നിൽക്കുകയാണെങ്കിൽ അവളെ അടുത്ത സഹോദരൻ കല്യാണം കഴിച്ചു മക്കൾ ജനിച്ചാൽ അത് ചേട്ടൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതെന്നുള്ള ആ ഒരു വിവാഹ രീതിയാണ് തേവര കല്യാണം എന്ന്. നമ്മളെ ഇംഗ്ലീഷിൽ എന്ത് എന്നാണ് എനിക്കറിയത്തില്ല. സഹോദരങ്ങൾ കല്യാണം കഴിച്ചിട്ട് ജ്യേഷ്ഠന് പേരിൽ മക്കൾ ജനിക്കുന്ന ഒരു രീതി. എന്നാൽ ഇവിടെ പറയുന്നതായ ഈ വ്യക്തി, ഈ 7 സഹോദരന്മാരും മക്കളില്ലാതെ മരിക്കുകയാണ്, ഒടുവിൽ സ്ത്രീയും മരിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, അവർ കർത്താവിനോട് ചോദിക്കുകയാണ്, പുനരുത്ഥാനം ഉണ്ടെന്നാണല്ലോ അവിടുന്ന് വിശ്വസിക്കുന്നത്. ഈ പുനരുത്ഥാനത്തിൽ ഈ 7 പേർക്കും ഭാര്യയായിരുന്ന ഈ സ്ത്രീ അന്ന് ഒരാൾക്കല്ലേ ഭാര്യയാകാൻ പറ്റൂ, അതാർക്കായിരിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പോഴെന്താ ഇതിൻ്റെ ഒരു ചിന്ത? നമ്മളുടെ ഈ ലോകത്തിലെ ചിന്ത ഈ ലോകത്തിൻ്റെ കാര്യം പോലെയാണ് സ്വർഗത്തിലെന്നുള്ള ചിന്ത കൊണ്ട് നമ്മളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ദൂരീകരിക്കണം. ഈ ലോകത്തിലെ ചിന്തയോ ലോകത്തിലെ പ്രവൃത്തി പോലെയോ അല്ല സ്വർഗരാജ്യം.
അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അവിടെ നീതിയും സമാധാനവും സന്തോഷവുമുള്ള സ്ഥലമാണ്. അവിടെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്ത വ്യക്തികൾ ഈ ലോകത്തിലെ കാഴ്ചപ്പാട് പോലെയാണ് സ്വർഗീയ ജീവിതം എന്നുള്ള ഒരു ചിന്ത വന്നിട്ട് ഇപ്രകാരമുള്ള ചിന്തകളിലേക്ക് പോകുവാൻ ഇടയുള്ളതുകൊണ്ട് ഇന്ന് നാം ഇത് പഠിക്കുമ്പോൾ അന്ന് സദൂക്യരോട് സംസാരിച്ച കർത്താവ് നമ്മളോടും സംസാരിക്കുകയാണ്. സ്വർഗത്തിൽ വിവാഹവുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നും വാങ്ങുന്നുമില്ല. അപ്പം അവിടെ ദൂതന്മാരെ പോലെയുള്ളതായ ഒരു ജീവിതമാണ്. അവിടെ വിവാഹം ഇല്ല. വിവാഹം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യന് വേണ്ടി ദൈവം കൽപ്പിച്ചതാണ്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി മുഴുവനും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി ഭൂമിയെ പരിചരണം ചെയ്യുവാൻ തക്കവണ്ണമാണ് ഭൂമിയിൽ കർത്താവ് വിവാഹ കുദാശ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ വിവാഹമില്ല. ആ ഭാഗത്ത് വളരെ ക്ലിയറായിട്ട് കർത്താവ് അത് പറഞ്ഞപ്പോഴേ അവരെന്ത് ചെയ്തു? അത് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണ് വിവാഹം. മരിച്ച് ഉയർത്തെഴുന്നേറ്റവർക്ക് വിവാഹമില്ല. യാക്കോബിൻ്റെയും അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഒക്കെ പേര് പറഞ്ഞിട്ട് പറയണം. അവരെന്താണ്? അവർ ജീവനുള്ള ദൈവത്തെയാണ് അവർ ആരാധിച്ചത്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പ്രാധാന്യമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ജീവനുള്ളവരുടെ ദൈവം, അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് നിത്യജീവൻ്റെ അനുഭവത്തിലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ വിവാഹമില്ല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതാണ് ഏറ്റവും വലിയ കൽപ്പന എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ 10 കൽപ്പന കർത്താവ് തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് മനുഷ്യരാശിക്ക് നല്ല മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ദൈവത്തെയും മനുഷ്യരെയും പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യർക്ക് അനുസരിക്കുവാൻ തന്നിരിക്കുന്നതാണ്. അതിലേതാണ് വലിയ കൽപ്പനയെന്ന് ഒരു ചോദ്യവുമായിട്ടാണ് കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുവാൻ തക്കവണ്ണം കർത്താവ് എന്താണ് തർക്കിക്കുന്നതൊക്കെ കേട്ടപ്പോൾ ഒരു ശാസ്ത്രി കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതാണ്? ഇസ്രായേലേ കേൾക്ക. എല്ലാറ്റിലും മുഖ്യ കൽപ്പന. അതിന് കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് കർത്താവ് പറയുകയാണ്. അപ്പം കൽപ്പന എഴുതിയിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ 2 കൽപ്പലകകളിലായിട്ടാണ്. അതിൽ ഒരു കൽപ്പലക ദൈവസന്നിധിയിൽ നമ്മൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും മാത്രം സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് 4 കൽപ്പനകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കൽപ്പലകകളിൽ മാതാപിതാക്കൾ തൊട്ട് അയൽവാസി വരെയുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ അവരോട് പെരുമാറണമെന്നുള്ളതായ 6 കൽപ്പനകളും തന്നിട്ടുണ്ട്. കർത്താവ് ഏതാണ് വലിയ കൽപ്പനയെന്ന് ചോദിച്ചപ്പം 2ഉം തുല്യമായിട്ട് നിൽക്കുകയാണ്. 2നും മെച്ചമായത് ഇത് തന്നെയാണ്. എന്താണ്? മറ്റു മനുഷ്യരെ നിന്നെ പോലെ സ്നേഹിക്കുക. പിന്നെന്താണ്? ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതിൽ വലിയതായിട്ട് വേറെ ഒന്നുമില്ല എന്ന് വളരെ ലളിതമായിട്ട്, എന്നാൽ വളരെ ആഴമായിട്ട് അവർക്ക് ആ ശാസ്ത്രിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം നമ്മെ അതിശയിപ്പിക്കും. കാരണം പറഞ്ഞപ്പോൾ ശാസ്ത്രി എന്താ പറഞ്ഞെന്നറിയാം, ഗുരു നീ പറഞ്ഞത് സത്യം തന്നെ, ദൈവം ഏകനേ ഉള്ളൂ, ദൈവം മറ്റൊരുത്തനുമില്ല. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൊണ്ട് സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു. അവൻ വളരെ ബുദ്ധിയോടെ കർത്താവ് പറഞ്ഞതിന് ഉത്തരം പറഞ്ഞെന്ന് കണ്ടിട്ട് ആ ശാസ്ത്രിയോട് കർത്താവ് പറയാണ്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. അതിൻ്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിക്കുവാൻ തുനിഞ്ഞില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം കർത്താവ് ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഹെരോദ്യർക്കും മറ്റ് ജനത്തിനും മനസ്സിലാകുവാൻ തക്കവണ്ണം കർത്താവിനോട് ചോദ്യം ചോദിച്ചവർക്ക് കൊടുക്കുന്ന മറുപടി, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് നമ്മളോട് ദൈവം സംസാരിക്കുന്ന രീതിയാണ്. നാം ഈ സമൂഹത്തിൽ ദൈവത്തിൻ്റെ പൈതലായിട്ട് നിൽക്കുമ്പോൾ അനേക ചോദ്യങ്ങൾ നമ്മുടെ അടുക്കൽ കൊണ്ടുവരും. ഇതര വിഭാഗങ്ങൾ, മറ്റുള്ള മനുഷ്യർ
നമ്മെ ചോദ്യം ചെയ്യുവാനും നമ്മെ അളക്കുവാനും നമ്മുടെ സത്യങ്ങൾ അറിയുവാനും ഒക്കെ നമ്മുടെ അടുക്കലേക്ക് അനേകർ വന്നെന്നിരിക്കും. അവരോടുള്ള നമ്മുടെ സമീപനങ്ങൾ, അവരോടുള്ള നമ്മുടെ മറുപടികൾ, അവരോട് നമ്മൾ മറുപടി പറയാതിരിക്കുന്ന രീതികൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പം വളരെ ബുദ്ധിയോടെ ആയിരിക്കണം ആ ശാസ്ത്രിയെ പോലെ. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തോട് അടുത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് ഉള്ള വലിയ ഉപദേശമാണ് ഈ ഭാഗത്ത് ഈ ഇഷ്യൂസിനെ കർത്താവ് കൈകാര്യം ചെയ്യുന്ന രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. യെരുശലേമിലെ വിവാദങ്ങളിൽ കർത്താവിനെ അവർക്ക് തോൽപ്പിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് മറുപടി പറയുവാൻ അത് വളരെ എളുപ്പമാണ്. മറ്റുള്ളവരെ കോപിപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ ഒരാളെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് തൻ്റെ ഉപദേശങ്ങളെ ആരെയും അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ ദൈവിക സത്യങ്ങൾ തനിക്ക് ലഭിച്ച കാലയളവ് കൊണ്ട് എങ്ങനെ ആയിരിക്കണം ദൈവത്തിൻ്റെ ഉദ്ദേശമെന്നുള്ളതും ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതെന്നുള്ളതും പിതാവിൻ്റെ രാജ്യത്തിൽ എങ്ങനെയായിരിക്കണമെന്നും വളരെ വ്യക്തമായി തൻ്റെ ഉപദേശത്തിലൂടെയും തൻ്റെ ജീവിതത്തിലൂടെയും മനുഷ്യർക്ക് നൽകിക്കൊടുക്കുന്ന രീതി നമുക്ക് വലിയ പാഠങ്ങളാണ് ഉൾപ്പെടുത്തി തന്നിരിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ പാണ്ഡിത്യം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കരുതെന്നുള്ള വലിയ പാഠമാണ് ഈ ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും പഠിപ്പിച്ച രീതിയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ വലിയ കാര്യമെന്ന് പറയുന്നത്. വീണ്ടും കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ വ്യക്തമായ പഠിപ്പിക്കലുകൾ, വ്യക്തമായ ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കണം, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഇന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ ആഴ്ചത്തെ പാഠങ്ങളിലൂടെ വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആഴമായിട്ട് നാം കടന്നുപോയി. കർത്താവിൻ്റെ മാതൃക നമ്മളുടെ മാതൃകയാക്കാം, കർത്താവിൻ്റെ ശൈലി നമ്മുടെ ശൈലിയാക്കാം, അവിടുത്തെ അനുകമ്പ നമ്മുടെ സ്വന്തമാക്കാം. കർത്താവൻ രാജാതി രാജാവുമായിട്ട് എഴുന്നള്ളി വരുവാൻ സമയമായപ്പോൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗരാജ്യത്തിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാട് പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മെ ശക്തരാക്കി തീർക്കട്ടെ എന്ന ആശംസയോടെ പാഠത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയും കൃപയും മനസ്സലിവുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹമേറിയ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളുടെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ എളിയവരായ അടിയങ്ങളെ സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. അടിയനോടൊപ്പം പാഠം പഠിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും ദൈവമായ കർത്താവെ അവിടുത്തെ ഉള്ളം കരത്താലെ അവിടുത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അവരെ സ്വാന്തനിപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംശയം നിറഞ്ഞൊരു ലോക ജീവിതത്തിൽ അസംശയകാളുകളായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് തരുന്ന വചനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അങ്ങേ പിൻപറ്റുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമേറിയ സാരാംശം മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഇത് പാഠമായി തീരുവാൻ സഹായിക്കണമേ. കർത്താവിനെ സമയങ്ങളേറെയില്ല എന്ന് അടിയങ്ങൾ മനസ്സിലാക്കി യഹൂദന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെ ദൈവത്തിൻ്റെ വചനം അടിയങ്ങളോട് സംസാരിക്കുമ്പം കോപിഷ്ഠരായി തീരാതെ മറുതലിക്കുന്നവരും മത്സരക്കാരുമായി തീരാതെ അവിടുത്തെ വചനത്തിൻ്റെ സാരാംശം മനസ്സിലാക്കുവാൻ പക്വതയോടും താഴ്മയോടുമായി തീരുവാൻ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറവിൽ മറച്ചുകൊള്ളണമേ. അവിടുത്തെ വരവിന് വേണ്ടി പ്രത്യാശ വെച്ച് ജീവിപ്പാൻ സഹായിക്കണം. മാനവും മഹത്വം എടുക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.